പ്രിപ്പറേഷൻ ഗോയിങ് ഓൺ ആണ്. ഞങ്ങൾക്ക് കുറേ പ്ലാനിങ് ഉണ്ട്. പ്ലാൻ ചെയ്തപോലെ നടക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പ്ലാനിങ്ങിന് കുറവ് വരുന്നത്. ഞങ്ങൾ ഡെയിലി പ്ലാൻ ചെയ്യാറുണ്ട്. സെറ്റായിട്ടുണ്ട്. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. ഇനി നമ്മൾ അതെ കറണ്ട് പോയാൽ ഇതൊക്കെ കൊളാകും. ഇനി നമ്മൾ ഫോട്ടോ ഇതാക്കാൻ വേണ്ടി നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കറണ്ട് ഇല്ല ഈ സമയത്ത്. ഇനി ഒരു വരുമ്പോൾ കറണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഇതവിടെ അസ്മത്തിൻ്റെ കുട്ടികൾ. ഒരു പെട്ടി വെച്ചതിൻ്റെ മേലെ പുതപ്പ് വെച്ചാണ് ഈ കാണുന്ന സെറ്റപ്പ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. നോമ്പ് തുറന്ന് വരുമ്പോഴാണ് നമ്മളെ സർപ്രൈസ് ഇതാകാൻ പോണത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. കറണ്ടില്ല, മഴ ആയതുകൊണ്ട്. മഴ ചെറുതായിട്ടുള്ളൂ. കറണ്ട് അപ്പം ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മൂഞ്ചും. കേക്ക് താത്താനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ബാക്കി സർപ്രൈസ് ആകുമ്പോൾ കാണാം. സർപ്രൈസ് ആയാൽ മതിയായിരുന്നു. ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാൻ പുറത്തു പോകും. പക്ഷേ ഞങ്ങളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വരുന്നു, എല്ലാം സെറ്റാക്കുന്നു. മറ്റൊരു രണ്ടാളും അത് ഞങ്ങൾ സീനിയേഴ്സ് സഫി ഹിസാനി എന്തായാലും കോളേജിലേക്കാനും ഒരു റൂമിലേക്ക് വരില്ല. നമുക്ക് 100% ഉറപ്പാണ്. ഈ സമയത്ത് നമ്മളൊക്കെ സെറ്റാക്കുന്നു, നോമ്പ് തുറക്കാൻ പോകുന്നു, തിരിച്ച് വരുന്നു, സർപ്രൈസ്. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല നടന്നത്. സംഭവം ഞങ്ങളൊക്കെ വന്ന് സെറ്റാക്കി ഞങ്ങൾ പോയി. എന്നില്ലാത്തൊരു മഴയായിരുന്നു അന്ന്. വേനൽ മഴ പെയ്തത് അന്നാണെന്നൊക്കെ. ബാക്കി കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുത്തു. ഒരു നല്ല സർപ്രൈസ് ആണ്. നല്ല എക്സൈറ്റഡ് ആയി. പക്ഷേ ഓരോ രൂപം നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രൂപത്തിലില്ലായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ സർപ്രൈസ് സക്സസ് ആയിട്ടുണ്ട്. ഒരു ശരിക്കും ടെൻഷൻ അടിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഒരു സർപ്രൈസ് ആയി. ഇത് രണ്ടാമത് വീഡിയോക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പോപ്പർ ആസ് യൂഷ്വൽ പൊട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും പരിശ്രമത്തിനൊടുവിൽ ലാസ്റ്റ് അത് കുത്തി ഓട്ടാക്കി നമ്മൾ വിതറി ഒരു മേത്തേക്ക്. ഇതൊക്കെ ഒരു ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കണേ. ഇനി ബാക്കി കഥ പറഞ്ഞുതരാം. അതിസാഹസികമായി ഞങ്ങൾ പള്ളിയിൽ നിന്ന് നോമ്പൊക്കെ തുറന്ന് നല്ല മെമ്മറി ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഈ സർപ്രൈസ് കൊടുക്കുന്ന 2 ആൾക്കാരെയും പിന്നെ ഷിഫിൻ ആസിനെ അവിടെ നിർത്തി. ഞങ്ങൾ ബാക്കിയുള്ള 4 പേര് വേഗം കേക്ക് വാങ്ങുന്നു, റൂമിലെത്തുന്നു, സർപ്രൈസ് കൊടുക്കുന്നു. അപ്പോഴാണ് കേക്ക് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് കേക്കുമ്പോൾ പേര് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കഫേയിൽ പോയി പേരൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ സാധനം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയാൽ ഞങ്ങളുടെ കയ്യിലുള്ള കേക്കും പോപ്പറൊക്കെ ഒരു കാണും. അപ്പോൾ ഞങ്ങൾ ഒളിച്ച് പാത്തൊക്കെ നിന്ന് ഭയങ്കര അടിപൊളി മെമ്മറി ഉണ്ട്. അത് നല്ല ആ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. അങ്ങനെ ഒളിച്ച് പാത്ത് ലാസ്റ്റ് ഒരു ഞങ്ങളെ കണ്ടത് ആരെയാണ്? ഓട്ടോ വിളിക്കാൻ പോയ നന്ദനെ. ഭാഗ്യം കേക്കും പോപ്പറൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സമയം കൊണ്ട് വേഗം നന്ദൻ്റെ കയ്യിൽ കേക്കും പോപ്പറും കൊണ്ട് ഞങ്ങൾ നന്ദ വേഗം ഒരു കടലിൻ്റെ മേലേക്ക് കയറി. ഓളേതോ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ തള്ളി വിട്ടു. അപ്പോൾ ഇവർക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ പോകണം. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ പോകാൻ പറഞ്ഞ് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഇല്ല എങ്ങനെയായാലും ഒരു ഓട്ടോയിൽ വരില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സഫക്ക് സംശയമായി. സഫ സാധാരണ ഇത്രയും പിശുക്കികളായ ഇവർ ഇന്ന് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ് ഇവരൊരു ഹോട്ടലിൽ കയറ്റി വിട്ടു. സഫ നല്ല രസമുണ്ട്. ഇല്ല നിങ്ങള് കൂടി കത്തല്ലേ. ഇവര് നമുക്ക് ജീവന് തന്നെ ഭീഷണിയുണ്ട്. ഹാപ്പി ഫെയർവെൽ ടു യു. ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഈക്വൽ പീസായി കട്ട് ചെയ്യുന്നത് മോം ഓഫ് ദി ഗ്രൂപ്പാണ്. മിസ്സിലേക്ക് പാട്ട് വേണോ? അമ്മ മനസ്സ് ഭയങ്കരായിട്ട് അഭിനയിക്കുന്നു. ഓ അതാണ് വന്നാലാണ് പിടിച്ചിക്കാൻ പറ്റാണ്ടായിപ്പോയി. പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിയില്ലാത്തോണ്ട് നിങ്ങൾ പിടിച്ചു. നമ്മള് നോമ്പ് തുറക്കാൻ പോയപ്പോ നമുക്ക് ഇതിനെ കുറിച്ചുള്ള വലിയൊരു ടെൻഷനേ അല്ലേ. അപ്പൊ ആടുത്തെ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ തെറ്റാണല്ലോ ഇത്. പിന്നെ നല്ല ഒരു അടക്കുകയും ചിട്ട. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ അതിപ്പോഴും മിസ്സിൽ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ ഇവിടെ കടിച്ചൊരു വൃത്തിക്ക് പോകും. പിന്നെ അവള് കുറെ കാലം കഴിഞ്ഞ് പിന്നെയും വരും. ഇവിടെ
പിന്നെ വരുന്നത് പിന്നെ ലിയാണ് ഇന്നെ കോണ്ടാക്ട് ചെയ്തു ലിയന്റെ അമ്മ ഫോർമലായിട്ട് സംസാരിക്കാത്ത ഒരാളാണ്. അപ്പൊ ലിയന്റെ അമ്മ വിളിച്ചു എന്താണ്, അപ്പൊ ഞാൻ പേര് ഇതൊക്കെ ചോദിച്ചു. ലിയന്റെ പേരൊക്കെ ചോദിച്ചപ്പോ ലിയ യാസില്. അപ്പൊ അങ്ങനെ അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നത്. അത് ഒരു രക്ഷിതാവിനോട്. പിന്നെ വന്ന കഥ ഞാൻ പറയും. അപ്പൊ ലിയ വരുന്നുള്ളൊരിതായി. പക്ഷെ ലിയനെക്കാട്ടി മുമ്പെത്തിയത് നാസിയാണ് അല്ലേ? കോളേജിൽ പോവാൻ നിൽക്കണം, എനിക്ക് നേരല്ല. എന്നിട്ട് അടുക്കളയിൽ എന്തൊക്കെ പാത്രങ്ങളുണ്ട് അതൊക്കെ ഞാൻ മോറി വെച്ച്, നിങ്ങൾക്ക് എക്സാം അല്ലേ, മോറി വെച്ച് എന്തൊക്കെ എടുത്ത് വെച്ച്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അഭിനയം. പിന്നെ ലിയന അതിന് മുമ്പ് ഫോണിൽ കണ്ടപ്പോ ചൊറുക്കുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ലിയത അടി വരട്ട് ആ വീഡിയോയിൽ കുട്ടി കിട്ടും. ചൊറുക്കുണ്ട് നമ്മള് അങ്ങനത്തൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. അപ്പൊ എന്നോട് മിർച്ചെന്ന് കാണിച്ചപ്പോൾ മിർച്ച പറഞ്ഞു ആ രസമുണ്ട് എന്താണ് ഇപ്പൊ ജാടയാവോ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് രണ്ടാമത് വന്നു. ജാടാവോ അങ്ങനെ. പിന്നെ ഫസ്റ്റ് ദിവസം വന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ശിബിക്ക് ഇവരൊക്കെ കൊണ്ടുപോയതും എന്താണ് ഫസ്റ്റ് ആയിട്ട് വന്ന് ഓളമ്മ നിസ്കരിക്കാൻ വിളിക്കാൻ ഏൽപ്പിച്ചു. എന്താ നിസ്കരിച്ചിരിക്കുമ്പോ മിസ്സിൽ വന്ന് നിസ്കരിച്ചാൽ നിക്കണം. എന്നോട് ഓളറിഞ്ഞേ നാസിയാനും കൂടി വിളിച്ചോളമ്മ ഏതായാലും പറഞ്ഞു. ബാക്കി ഞാൻ പറയാം. സാഫ വരുന്നു, നാസിയാനെ വിളിക്കുന്നു. നാസിയ നീ ഏതാ? പിന്നെ ജീവിക്കാരായോണ്ടത് നാസിയ അതാണ് ഈ നാസിയ. പിന്നെ നാസിയ പിന്നെ ഓട്ടോ ഇറങ്ങി കഴിഞ്ഞിട്ടായിരുന്നു ടാസ്ക്. കാരണം ഇവർ ഓൾറെഡി റൂമിലെത്തി. ഇവർ കാണാതെ ഈ പോപ്പറും കേക്കും കൊണ്ട് നമ്മൾ റൂമിലെത്തണം. എന്തായാലും ഞാനും മിസ്സിനെ കയ്യും വീശിപ്പോന്നു. പിന്നെ സ്നേഹിച്ച് നന്ദി ഏതൊക്കെ മതിലൊക്കെ ചാടിയാണ് എത്തിയതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എല്ലാവരും റൂമിലായും ചെയ്തു. ഞാനും നാസിയും മാത്രം റൂമിൻ്റെ പുറത്തായി. ഇവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണമല്ലോ, എങ്ങനെയൊക്കെയോ പറഞ്ഞ് പിടിച്ച് മാനേജ് ചെയ്ത് വളരെ ഫ്ലോപ്പായിട്ടാണ് മാനേജ് ചെയ്തത്. പക്ഷേ ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾക്ക് സർപ്രൈസ് കൊടുത്തൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇവരെ ഭയങ്കര ടെൻഷനാക്കിപ്പിച്ച് എന്തൊക്കെയോ നുണകളൊക്കെ വാരി വിതറി ലാസ്റ്റ് ഒരു ടെൻഷനോട് കൂടി റൂമിൽ കയറിയപ്പോൾ സർപ്രൈസ് ഇവർ ശരിക്കും സർപ്രൈസായി. ഇപ്പോൾ ലാസ്റ്റ് മിസ് ചെയ്ത് അവിടെ വൃത്തിയാക്കുകയാണ്. ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു. ഒരിക്കലും ഞങ്ങൾ സീനിയർ ജൂനിയർ എന്നുള്ള ഒരു ബന്ധമല്ലേ ഞങ്ങൾ റൂമിലുണ്ടായിരുന്നത്. കോളേജിലെത്തുമ്പോഴാണ് ഇവർ നമ്മൾ സീനിയർ ആണല്ലേ എന്ന് ചിന്തിക്കുക. അങ്ങനെ എന്തായാലും ഇസാന ഊക്കാനും ഊക്കുകൾ ഏറ്റുവാങ്ങാൻ സഫയും നാസിയും ഏറ്റവും മുന്നിൽ പന്തിയിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കോളേജ് വിട്ട് കഴിഞ്ഞാൽ കോളേജിലെ എല്ലാ വിശേഷങ്ങളും വള്ളി പുള്ളി വിടാതെ പറയും. പ്രത്യേകിച്ച് ഞാനും സഫയും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. നല്ല മിസ് ചെയ്യുവരെ.